നമസ്കാരം. ഓം ധന്വന്തരേ നമഃ. ഇന്ന് സെപ്റ്റംബർ 23, 2025 ദേശീയ ആയുർവേദ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ധന്വന്തരി ജയന്തിയോടനുബന്ധിച്ചിട്ടാണ് ദേശീയ ആയുർവേദ ദിനം ആഘോഷിച്ചു പോന്നിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ മാർച്ച് 23, 2025 സർക്കാരിൻ്റെ ഗസറ്റ് വിജ്ഞാപനത്തെ തുടർന്ന് ഇനി മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനമായിട്ട് ആഘോഷിക്കുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനമുണ്ടായി. തീർച്ചയായിട്ടും അത് ആഗോളതലത്തിൽ ഇന്ത്യ ആയുർവേദത്തിന് നൽകുന്ന ഒരു കലണ്ടർ ഐഡൻറ്റിറ്റിയാണ്. വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേവലമായ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്നതിലപ്പുറം ഒരു വ്യക്തിക്കും പരിസ്ഥിതിക്കും ഇടയിലുള്ള ഒരു സമത്വത്തിൻ്റെ ഒരു തത്വത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവശാസ്ത്രമാണ് ആയുർവേദം എന്നുള്ളൊരാശയം നമ്മുടെ കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറയുകയുണ്ടായി. ആയുർവേദത്തിൻ്റെ ഒരു സാധ്യത, അതായത് ഈ പ്രാവശ്യത്തെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ്. അതായത് ജനങ്ങൾക്കും ഗ്രഹത്തിനും ആയുർവേദം എന്നുള്ള ഒരാശയം. അപ്പോൾ ആഗോളതലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിനും ആയുർവേദത്തിൻ്റെ മുഴുവൻ സാധ്യതകളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഈ ഒരു ആശയത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രമേയത്തിലൂടെ നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യമെമ്പാടും ഒരുപാട് ക്യാമ്പയിനുകൾ, അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകൾ, കൺസൾട്ടേഷൻസ് ഇതെല്ലാം നൽകി പോരുന്നുണ്ട്. വിവിധ ദേശങ്ങളിൽ വിവിധ വ്യക്തികളിലൂടെ ആയുർവേദ സമൂഹത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ രാജ്യത്ത് ഒരു ചുരുക്കം ചില ജനങ്ങൾക്കിടയിൽ ആണെങ്കിൽ പോലും ആയുർവേദത്തെക്കുറിച്ചിട്ട് കുറേ തെറ്റായ ധാരണകളുണ്ട്. എന്താ പറയുക, നമ്മുടെ ആയുസ്സിൻ്റെ വേദമാണ്. അല്ലാതെ ഇത് ഈ ഒരു ശാസ്ത്രം ആയുസ് അല്ലെങ്കിൽ ഒരു സ്വാസ്ഥ്യം നിലനിർത്താൻ ഒരു വ്യക്തി, ഒരു സമൂഹം, ഒരു രാജ്യം, ഒരു ലോകം അല്ലെ, പ്രപഞ്ചം മുഴുവൻ എങ്ങനെ ഇത് സാധ്യമാകാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു തത്വമാണ്, ഒരു ശാസ്ത്രമാണ് ആയുർവേദം. നമ്മുടെ വേദകാലഘട്ടങ്ങളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന വിരചിതമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എന്നുള്ളത് പറയുമ്പോൾ വളരെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ശാസ്ത്രം പഠിക്കാൻ സാധിച്ചത് തന്നെ ഈശ്വര കൃപയായിട്ട് കരുതുകയാണ്. നമ്മുടെ അഥർവ വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. ഈ ഒരു വേദത്തിൽ, ഈ വേദം എന്ന് പറഞ്ഞാൽ അറിവ്, നോളജ് എന്നാണ്. അപ്പോൾ ഈ ഒരു ശാസ്ത്രം മുഴുവൻ ഒരു വ്യക്തി എങ്ങനെ ആത്മീയമായി പരിവർത്തനപ്പെടണം, അല്ലെങ്കിൽ അവൻ അനന്ത സാധ്യതകളുള്ള ഈ ഒരു മനുഷ്യ ശരീരത്തെ അവൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നൊക്കെ ഒരുപാട് സിദ്ധാന്തങ്ങളിലൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും അത് ജനങ്ങളിലേക്ക് അത് ട്രാൻസെൻഡ് ചെയ്യുക, അത് അവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു ഇൻഫർമേഷൻ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 23 തന്നെ നമ്മൾ സെലക്ട് ചെയ്തതെന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ ഇതിൽ. അത് നമ്മൾ ഈ സെപ്റ്റംബർ 23 എന്ന് പറയുന്നത് സമരാത്ര ദിനമാണ്. അതായത് നമുക്ക് രാത്രിയും പകലും ഒരേപോലെ ഒരു ഇക്വിനോക്സ് ആയിട്ട് വരുന്നൊരു ദിവസമാണ് സെപ്റ്റംബർ 23 എന്നുള്ളത്. ഇവിടെ തന്നെ നോക്കൂ, നമുക്ക് ഒരു സമത്വം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു തത്വം തന്നെയാണ് അല്ലേ. നോക്കൂ, നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഇതിൻ്റെയൊക്കെ ഒരു സമത്വം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വാസ്ഥ്യം സംഭവിക്കുന്നത് എങ്ങനെ, സമദോഷം, സമാഗ്നി, സമധാതു, മലക്രിയ, പ്രസന്ന ആത്മ, ഇന്ദ്രിയ, മനഃ, ഇതിൻ്റെയൊക്കെ ഒരു സമത്വമാണ് ഒരു വ്യക്തിയെ ഒരു സ്വസ്ഥനാക്കുന്നത്, ആരോഗ്യവാനാക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് ഒരു പ്രപഞ്ചവും അല്ല മനുഷ്യനും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതിൻ്റെ ഒരു സമത്വത്തിൻ്റെ അത് ഏകോപിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ചില ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് നമ്മൾ ഓരോരുത്തരും. മനസ്സിലായില്ലേ? നമ്മൾ ബ്രഹ്മാണ്ഡ ന്യായങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ശാസ്ത്രത്തിൽ. നമ്മൾ കുറേ പഠിച്ചത് കൊണ്ട് കാര്യമല്ല, നമ്മൾ ജീവിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഈ ആശയങ്ങൾ, ഈ തത്വങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിലാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശാസ്ത്രം ഒരുപാട് ചികിത്സാ പദ്ധതികൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ
ഒന്നും ഒന്നിനേക്കാൾ മികച്ചതോ താഴ്ന്നതോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടിരിക്കുന്ന ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുക ജീവിതത്തിൽ. അതിൽ തെറ്റിദ്ധാരണകൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്താണ് ഇത് കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ പകർത്താൻ നമുക്ക്, അല്ലെങ്കിൽ സമൂഹത്തിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ ഈ പദ്ധതികളെ കൊണ്ടൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളതൊക്കെ അതിൻ്റെ യഥാർത്ഥ സത്ത, യഥാർത്ഥ മൂല്യത്തോടു കൂടെ ജനങ്ങളിലേക്ക് ഒക്കെ എത്തട്ടെ എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിൽ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ആരോഗ്യമുള്ള ഒരു നല്ലൊരു തലമുറ, നമ്മുടെ സനാതന ധർമ്മങ്ങളും നമ്മുടെ മൂല്യങ്ങളും ഭാരതീയ സംസ്കാരവും സംസ്കൃതിയും പൈതൃകവും ഒക്കെ അത് ചോരാതെ അതിൻ്റെ അന്തർസത്ത മുഴുവൻ ഉൾക്കൊള്ളാനും അത് എന്താ പറയുക, ഇനിയുള്ള തലമുറകളിലേക്ക് അത് കൃത്യമായ രീതിയിൽ അവരിലേക്കൊക്കെ ഈ തത്വങ്ങളും ആശയങ്ങളും ഒക്കെ ഇറക്കി കൊടുത്തുകൊണ്ട് നല്ല ഒരു രാജ്യത്തെ നമുക്ക് സൃഷ്ടിക്കാനും നല്ലൊരു സംഭാവന നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു എന്താ പറയുക, പ്രകൃതിയുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു രത്നമണിയായിട്ട് തിളങ്ങി നിൽക്കാനും ഒക്കെ സാധിക്കട്ടെ. അത്രയും സംസ്കാരവും സംസ്കൃതിയും ഒക്കെ നിറഞ്ഞ ഒരു ദേശമാണ് ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാൻ നമുക്ക് ധന്വന്തരി ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ വിഷ്ണവേ പ്രപഞ്ചവേ. നന്ദി, നമസ്കാരം.